കഴിവുകെട്ട രാജാവ് രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് ചാണക്യസൂത്രങ്ങൾ ഉദ്ധരിച്ച് പുഷ്യമിത്രൻ വിശദീകരിച്ചത് രാജാവിന് ഒട്ടും രസിച്ചില്ല. കഴിവുകെട്ട രാജാവ് എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത് തന്നെ തന്നെയാണെന്ന് ബൃഹന്തന് തോന്നിയിരിക്കണം. മദമത്തനായിരുന്നെങ്കിലും ചാടി എഴുന്നേറ്റ് സൈന്യാധിപന്റെ നേരെ വാൾ വീശി. പുഷ്യമിത്രന് മറ്റു യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു. നിമിഷനേരം കൊണ്ട് അദ്ദേഹവും വാളെടുത്തു. മൗര്യവംശത്തിലെ അവസാന സാമ്രാട്ടിൻ്റെ ശിരസ് രാജസഭയിൽ വീണു. സ്വന്തം സേനാധിപന്റെ കൈകൊണ്ട് മരിക്കാനായിരുന്നു വിധി. അങ്ങനെ സേനാധിപനായിരുന്ന പുഷ്യമിത്രൻ മഗധയുടെ രാജാവായി. ആര്യാവർത്തത്തിൻ്റെ പശ്ചിമാർത്തത്തിൽ ഒരു ഭാഗത്ത് ശകന്മാരും മറ്റു ഭാഗത്ത് യവന്മാരും ശക്തിപ്പെടുന്നതിൻ്റെ അപകടം അദ്ദേഹം വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. അവരെ നേരിടാൻ തക്കവിധം മഗധ കെട്ടുറപ്പുള്ളതാക്കാൻ പുഷ്യമിത്രൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന സമയത്തായിരുന്നു താൻ എത്തിയത്. വളരെ കുറച്ചു വർഷമേ ശാന്തിയോടെ ഭരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുള്ളൂ. പല ഭാഗത്തു നിന്നുമുള്ള ആക്രമണങ്ങളെ നേരിടേണ്ടി വന്നു. പോരാട്ടങ്ങളുടെ നീണ്ട കഥയാണ് പാടലീപുത്രത്തിൽ തനിക്ക് കേൾക്കാനായത്. നഗരപാലനത്തിനായി എന്തെല്ലാം സംവിധാനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പശ്ചിമാതിർത്തിയിലേക്ക് സൈനിക നീക്കത്തിൻ്റെ തിരക്കിലായിരുന്നു രാജ്യം മുഴുവൻ. പക്ഷേ രാജനീതിയേക്കാൾ തനിക്ക് താൽപ്പര്യം ഭാരതഭൂമി മുഴുവൻ ദർശിക്കുന്നതിലായിരുന്നു. അതുകൊണ്ട് തന്നെ മഗധയുടെ പ്രൗഢി കണ്ടിട്ടോ യുദ്ധത്തിൻ്റെ ആരവം കണ്ടിട്ടോ അവിടെ തങ്ങാൻ നിൽക്കാതെ യാത്ര തുടർന്നു. രാജഗൃഹത്തിലും താമ്രലിപ്തിയിലും പോയി. പിന്നെ ഗയയിലൂടെ വാരാണസിയിലെത്തി. കുറേ നാൾ ഓരോയിടത്തും കറങ്ങി നടന്നു. ഗ്രാമങ്ങളും ജനപദങ്ങളും കണ്ടു. ജീവിത രീതിയുടെ വൈവിധ്യങ്ങൾ അനുഭവിച്ചറിഞ്ഞു. ചമ്പാഗ്രാമത്തിൽ പോകുവാൻ മറന്നില്ല. ശിവസോമനും കുടുംബവും സന്തോഷത്തോടെ സ്വീകരിച്ചു. അവിടെ മാലിനിയുടെ വിവാഹം കഴിഞ്ഞിരുന്നുവെന്നതൊഴിച്ചാൽ വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അധിക ദിവസങ്ങളിൽ അവിടെ തങ്ങാതെ പ്രയാഗയിലെത്തി. അവിടെ പരിചയപ്പെട്ട കച്ചവട സംഘം വിദിശ വഴി ഭൃഗുകച്ഛത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. അവരുടെ കൂടെ വിദിശയിലെത്തി. കുറച്ച് ദിവസം അവിടെ കറങ്ങി നടന്നു. അവിടെ ഭരണം നടത്തിയിരുന്നത് പുഷ്യമിത്രൻ്റെ മകനായ അഗ്നിമിത്രനായിരുന്നു. ആ ഇടയ്ക്കാണ് അഗ്നിമിത്രൻ്റെ രണ്ടാമത്തെ വിവാഹം നടന്നത്. മഗധരാജൻ പുഷ്യമിത്രൻ തൻ്റെ മകനെ വിദിശയിലെ ഭരണാധികാരിയായി അയച്ചിരിക്കുന്നത് ശകന്മാരെ നേരിടാൻ സൈന്യത്തെ സംഘടിപ്പിക്കാനായിരുന്നു. പക്ഷേ രാജപ്രതിനിധി എന്നതിനേക്കാൾ രാജാവായി തന്നെ ജീവിക്കാനായിരുന്നു അഗ്നിമിത്രന് താൽപ്പര്യം. മനോഹരമായ രാജ്യമായിരുന്നു അത്. കലയ്ക്കും സാഹിത്യത്തിനും വേണ്ട പ്രോത്സാഹനം നൽകിയിരുന്ന മഹാരാജാവ് അഗ്നിമിത്രനെ പരിചയപ്പെടാനിടയായത് വളരെ യാദൃശ്ചികമായിട്ടായിരുന്നു. അത്രയും എത്തിയപ്പോൾ കാളിദാസൻ്റെ ചിന്തകൾക്ക് വിരാമമായി. തൻ്റെ രചനയ്ക്കുള്ള കഥാതന്തു അവിടെ ലഭ്യമാകുന്നുവെന്ന് തോന്നി. വിദിശയിൽ കേട്ട കഥകളും അല്പം രാജനീതിയുമെല്ലാം ചേർത്താൽ ഒരു നാടകത്തിന് വേണ്ട പശ്ചാത്തലമൊരുങ്ങും. അതെ, വിക്രമാദിത്യ മഹാരാജനെ സംബന്ധിച്ചിടത്തോളം രാജകുലത്തിൻ്റെ കഥ, രാജകീയ വിജയങ്ങളുടെയും പ്രേമബന്ധങ്ങളുടെയും കഥ ആകർഷകമായി തോന്നാം. കഥയ്ക്കും കവിതയ്ക്കും ഇടം കൊടുക്കാൻ കഴിയുന്ന കഥാപശ്ചാത്തലം മനസ്സിൽ രൂപപ്പെടുത്താൻ കഴിയുന്നുമുണ്ട്. ക്രമേണ മനസ്സിൽ പല രംഗങ്ങളും രൂപപ്പെട്ടു. മഹാദേവനെ സ്മരിച്ച് പ്രാർത്ഥനയോടെ തുടക്കമിട്ടു. സകലരെയും അജ്ഞാനത്തിൻ്റെ വഴിയിൽ നിന്നും മുക്തരാക്കാൻ ജഗദീശനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയത് മറ്റൊന്നാണ്. പ്രസിദ്ധങ്ങളായ പല നാടകങ്ങളും കണ്ടിട്ടുള്ള വിദ്വജനങ്ങൾക്ക് മുന്നിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുക. വസന്തോത്സവത്തിൽ എന്തുകൊണ്ട് നവാഗതനായ കാളിദാസൻ്റെ നാടകം എന്ന് സ്വാഭാവികമായും ചോദ്യമുയരും. അതിനൊരുത്തരം കൂടി പറഞ്ഞുകൊണ്ട് നാടകം ആരംഭിക്കാം. സാന്ധിയിൽ സൂത്രകാരനും പരിചാരകനും തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെ പൂർവസൂരികളോടുള്ള ബഹുമാനം വ്യക്തമാക്കി. അതോടൊപ്പം പുതിയ രചയിതാവിനെ സ്വീകരിക്കേണ്ടതുണ്ടെന്നും ധ്വനിപ്പിച്ചു. പഴയതെല്ലാം മഹത്തരങ്ങളെന്ന് പറഞ്ഞിരിക്കാതെ നവങ്ങളായ രചനകൾ സഹൃദയരുടെ കാംക്ഷയ്ക്കനുസരിച്ച് ലഭ്യമാകുവാൻ കഴിയേണ്ടതാണ്. താൻ അതിനുള്ള ഉദ്യമം നടത്തുന്നുവെന്നേയുള്ളൂ. പണ്ഡിതന്മാർ ചെയ്യേണ്ടത് പുതിയതിനെയും പരിശോധിച്ച് സ്വീകാര്യമോ എന്ന് തീരുമാനിക്കലാണ്. ആകർഷകമല്ലാത്തതും പുതിയതായതുകൊണ്ട് സ്വീകരിക്കപ്പെടും എന്ന് കരുതാനുമാവില്ല. പുരാണമിത്യേവ ന സാധു സർവം.
ന ചാപി കാവ്യം നവമിദ്യവദ്യം സന്ത പരിഷ്യാന്യതത് ഭജന്തേ മൂഢ പരപ്രത്യേന യേന ബുദ്ധി. താളിയോലകളിൽ അക്ഷരങ്ങളായി, വാക്കുകളായി, ശ്ലോകങ്ങളായും വാക്യങ്ങളായും ഭാവന ഇടം കണ്ടെത്തുവാൻ തുടങ്ങി. അഗ്നിമിത്രന്റെ പത്നി ധാരിണിയുടെ തോഴിയായി കൊട്ടാരത്തിൽ പുതിയതായി എത്തിയ മാളവികയോട് അഗ്നിമിത്രന് തോന്നുന്ന താൽപ്പര്യം യുക്തമായി സന്നിവേശിപ്പിച്ചു. മാളവികയുടെ ചിത്രം കണ്ട് ആളിനെ നേരിട്ട് കാണണമെന്നാഗ്രഹിക്കുന്ന അഗ്നിമിത്രന് പത്നി ധാരിണിയുടെ രോഷത്തിന് ഇട നൽകാതെ മാളവികയെ കാണാൻ അവസരമൊരുക്കുന്നതായി വിദൂഷകൻ നടത്തുന്ന ശ്രമം ചിത്രീകരിച്ചു. തങ്ങളുടെ ശിഷ്യകളുടെ കഴിവിനെക്കുറിച്ചുള്ള നാട്യാചാര്യന്മാരുടെ തർക്കം ചർച്ചാവിഷയമാവുകയും മാളവികയെ നർത്തകിയായി രംഗത്തവതരിപ്പിക്കാനുള്ള സന്ദർഭം ഒരുക്കുകയും ചെയ്തു. അതോടൊപ്പം അഗ്നിമിത്രനും മന്ത്രിയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ വിദർഭ രാജാവായ യജ്ഞസേനന്റെ ഇളയച്ഛൻ്റെ മകനായ മാധവസേനനെയും പത്നിയെയും തടവിലാക്കിയിരിക്കുന്നതായും മാധവസേനന്റെ സഹോദരിയെ കാണാതിരിക്കുന്നതായും വ്യക്തമാക്കി. കാളിദാസൻ ഒരു തപസ്യ പോലെ രചനയിൽ മുഴുകി. ചിന്തകളും ഭാവനകളും അക്ഷരങ്ങളും വാക്കുകളും വാക്യങ്ങളുമായി ചിലയിടങ്ങളിൽ പദങ്ങളും ദ്വിപദികളും ചതുഷ്പദികളുമെല്ലാം താളിയോലകളിൽ നിരന്നു. പല ദിവസങ്ങളിലും ഗുരുകുലത്തിലേക്ക് പോയതേയില്ല. പ്രധാനാചാര്യൻ്റെ അന്വേഷണവും ഗുരുകുലത്തിലെത്താനുള്ള നിർദ്ദേശവും പല പ്രാവശ്യം വന്നു കഴിഞ്ഞു. പക്ഷേ രചനയിൽ മുഴുകിയ കാളിദാസൻ പലപ്പോഴും സൂര്യൻ അസ്തമിച്ചതുപോലും അറിയുന്നത് താളിയോലകളിൽ പതിഞ്ഞ അക്ഷരങ്ങൾ വായിക്കാനാവില്ല എന്ന സ്ഥിതിയിലെത്തിയപ്പോഴാണ്. മാളവികയുടെ നാട്യവൈശിഷ്ട്യം രംഗത്തവതരിപ്പിക്കുന്നതും അഗ്നിമിത്രന്റെ പത്നി ധരണിക്ക് രാജാവിൻ്റെ പെരുമാറ്റത്തിൽ സന്ദേഹമുള്ളതായും മറ്റും ചിത്രീകരിച്ചു. രാജാവ് വിദൂഷകന്റെ ഒത്താശയോടെ മാളവികയെ കാണാൻ ശ്രമിക്കുന്നതും മാളവികയ്ക്കും രാജാവിനോട് അനുരാഗമുണ്ടെന്ന് മനസ്സിലാക്കുന്നതും മറ്റൊരു പത്നിയായ ഇരാവതി രാജാവിൻ്റെയും മാളവികയുടെയും മനോവ്യാപാരങ്ങൾ നേരിട്ടറിയുന്നതും മറ്റും വിശദമായി വർണ്ണിച്ചു. സന്ദർഭങ്ങൾക്കനുയോജ്യമായ രീതിയിൽ തോഴിമാർക്കും മറ്റും സഹനടിമാർക്കും സ്ഥാനം നൽകി.